നമസ്കാരം. മൈ എയിം അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കു നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ചു. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി 44 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലികാവകാശങ്ങൾ. കൈസർ-എ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ? തോമസ് ഹാർവേ ബാബർ. TH ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം? പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം KM പണിക്കർ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം? ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്? മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ഓപ്ഷൻ B ആണ് ശരിയുത്തരം. ഇനി മുതൽ ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞതിൽ ഏതൊക്കെയാണ്? ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. കരയതിർത്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രശ്നം തെറ്റായതാണ് കണ്ടെത്താൻ പറയുന്നത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ശരിയാണ്. പടിഞ്ഞാറൻ സമതലത്തിൽ ഉൾപ്പെടാത്തതാണ് കോറോമണ്ടൽ തീരസമതലം. തെറ്റാണ്. ഇവിടെ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറൻ സമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറോമണ്ടൽ തീരസമതലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 മാത്രമാണ് തെറ്റ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. തെറ്റാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. 3 തെറ്റാണ്. ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 2ഉം ശരി. അപ്പോ A ആണ് ഉത്തരം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി തീരത്താണ്. ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് 2 മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യാകൂടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏത്? ഇവിടെ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ്. ഏറ്റവും നീളമുള്ള നദികളുടെ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക്. ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. അപ്പൊ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉം. Aയിലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്.
കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവയാണ്. ശരിയല്ലാത്തവ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ തെറ്റാണ്. 2 മാത്രമാണ് തെറ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കൊല്ലത്തല്ല, തെറ്റാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം, അതും ശരിയാണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആ ഓപ്ഷൻ, ശരിയായ ഓപ്ഷൻ. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. അഴീക്കൽ കണ്ണൂർ ശരിയാണ്. പൊന്നാനി മലപ്പുറം ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വൈദ്യുത പദ്ധതികൾ കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്, ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്, ശരിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കരിമ്പുഴ മലപ്പുറം ശരിയാണ്. ചിമ്മിനി പാലക്കാട് തെറ്റാണ്. ചെന്തരുണി കൊല്ലം ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. ചൂലന്നൂർ തൃശൂർ തെറ്റാണ്. ചൂലന്നൂർ പാലക്കാടിലാണ്. എ ആണ് ഈ ഒരു ഉത്തരം വരുന്നത്. അതായത് കരിമ്പുഴ മലപ്പുറവും ചെന്തുരുണി കൊല്ലവും വരുന്നത് എ ആണ് ഉത്തരം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. 1984 നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള തെറ്റായ പ്രസ്താവന. 3 മാത്രമാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. കേരളത്തിൽ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് കണ്ടെത്താനാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ, ശരിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ, ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്, ശരിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താം. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി, തെറ്റാണ്. 1 മാത്രമാണ് തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 2ഉം ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വീണ്ടും തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. കേരള സ്പീക്കർ MN ഷംസീർ ശരിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തെറ്റാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. തെറ്റായത് കണ്ടെത്തണം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. കലാമണ്ഡലം ചാൻസലറാണ് മല്ലിക സാരാഭായ്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു, ശരിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണെന്നാണ് തെറ്റായ പ്രസ്താവനയാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളാണ്. ISRO ചെയർമാൻ മോഹൻ കുമാർ എന്നുള്ളത് ശരിയല്ല, തെറ്റാണ്. അപ്പൊ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? A ആണ്. കേരളത്തിന്റെ തനതായ നൃത്തകലാരൂപം മോഹിനിയാട്ടം. അമ്മ നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കമ്പോജ്. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, അത് കാരണം ലോക്പാൽ ആണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലെസേസ്ഫിയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതി ആരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിംഗ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽഷ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി കീലസന്ധി. C ആകൃതിയിലുള്ള തരുണാസന്ധി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയ. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്ലെപ്പൻറ്റൻസ്. ഈ 2 ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ 1ഉം 3ഉമാണ് വരുന്നത്. ആ ഓപ്ഷൻ B ആണ്. B ആണ് ശരി ഉത്തരം.
ശരിയായ ജോഡി കണ്ടെത്താനാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. എത്ര അറകളുണ്ട്? ഹൃദയ അറകളാണ് ചോദിച്ചിരിക്കുന്നത്. പാറ്റ 13 അപ്പോ ഓപ്ഷൻ എ 3 വരുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കണം. എ 3 വരുന്നത് സി ആണ്. അപ്പൊ ബാക്കിയെല്ലാം അതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോ സി നമുക്ക് മാർക്ക് ചെയ്യാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം ആണ്? 2023. സങ്കരീനം തക്കാളി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹരിതയാണ്. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? അത് ന്യൂട്ടൺ ആണ്. SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ 4 ഡയോപ്റ്റർ ആണ്. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 14. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? 746. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. എസ് സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായി റോവറിന്റെ പേരെന്ത്? പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചിക്കൻ പോക്സ് കോളറ അല്ല. കോളറ ചിക്കൻ ഗുനിയ തെറ്റാണ്. ക്ഷയം ചിക്കൻ ബോക്സ് ശരിയാണ്. 3 മാത്രമാണ് ശരി. ഇവിടെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സീറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റാമിൻ എ ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. ഗ്ലൂക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നത്? കണ്ണിനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് എലിപ്പനിയാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് മലേറിയ. മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലാണ്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. നെഫ്രൈറ്റിസ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്കും പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷയം ബാക്ടീരിയ ശരിയാണ്. നിപ്പ വൈറസ് ശരിയാണ്. 2ഉം 4ഉം ആണ് ശരി. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിംഗ് ഭാഗങ്ങളാണ്. 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്രയാണ്? 10,000. 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? 240 കിലോമീറ്റർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ 7/2. ഈ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഈ തുടങ്ങുന്ന ശ്രേണിയിൽ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 4 ആണ്. 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു ആണ് കണ്ടുപിടിക്കുന്നത്. 1/4 ആണ്. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? 30% നഷ്ടമാണ്. അപ്പൊ 700 രൂപ എന്ന് പറയുമ്പോൾ എത്രയാണ്? 70% അപ്പൊ 100% 1000 ആണ്. റൂട്ട് 0.111 ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു 0.444 അത് ഇൻഫിനിറ്റി. ഇതിന് തുല്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിൽ വരിയിൽ ആശ മുന്നിൽ നിന്നും 25-ാമതും പിന്നിൽ നിന്നും 13 ആണെങ്കിൽ വരിയിൽ ആകെ എത്ര പേരാണ്? 36 പേരാണ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി 55.5. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്രയെന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. 100 × 83 × 39നെ 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 6. ഇത് 2 പേരാണ്. 6:210 പോലെ തന്നെ 10:2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അത് 994 ആണ്, 994. 57 പ്ലസ് 61 പ്ലസ് 65 പ്ലസ് 69 പ്ലസ് 73 പ്ലസ് 77 ഡിവൈഡഡ് ബൈ 30 എത്ര? 13.4. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം 164. അടുത്തൊരു ശ്രേണിയാണ്. അതിലെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 22. 8 ഡിവൈഡഡ് ബൈ 125 തുല്യമായത് 0.064. 3 × 25 മൈനസ് 32 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 10 മൈനസ് 18 59. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും? 15. ഒരു ക്ലാസ്സിൽ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്രയാവും എന്നാണ് ചോദിച്ചത്. 42.75 ആവും. 1/2 പ്ലസ് 3/16 പ്ലസ് 5/64 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 49/64. അപ്പോൾ അത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഇനി എത്ര കട്ട് ഓഫ് വരും എന്നാണ്. അപ്പൊ നമുക്കറിയാം മുന്നത്തെ LGS എക്സാം കോമൺ LGSനൊക്കെ 70 റേഞ്ചിൽ ചില ജില്ലകളിൽ വന്നിട്ടുണ്ട്, ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ. അപ്പൊ ഈ വർഷം എന്തായാലും കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് അത് കൂടും. നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 80 to 85 ഇടയിലാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കട്ട് ഓഫ് എന്നത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അടുത്ത LGS എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബൈ.